ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സ്റ്റിക്കി യോഗയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശാരീരികമായ നിരവധി അസ്വസ്ഥതകൾ മാറ്റാൻ കഴിവുള്ള സ്റ്റിക്കി യോഗയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ന്യൂസ് 3 സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഇന്റർനാഷണൽ സ്റ്റിക്കി യോഗ സ്പെഷ്യലിസ്റ്റായ അഖില ചേരുന്നു. സ്വാഗതം അഖില ന്യൂസ് 3ലേക്ക്. നമസ്കാരം. അപ്പോൾ നമ്മൾ യോഗയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, യോഗയിലേക്ക് ഒരുപാട് പേര് തിരിഞ്ഞിട്ടുമുണ്ട്. സ്റ്റിക്കി യോഗ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാം അഖില. യോഗ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്ക ആൾക്കാരും യോഗ ഇപ്പോൾ വീട്ടിൽ തന്നെ യോഗ അഭ്യസിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ യോഗ ഒരാളിൽ നിന്ന് ചെന്ന് പഠിക്കാൻ മാത്രമേ അറിയാവൂ. ഓക്കെ. പക്ഷെ സ്റ്റിക്ക് യോഗ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായം ഇല്ലാണ്ട് തന്നെ നമ്മുടെ എന്ന് വെച്ചാൽ പോസുകൾ തെറ്റാതെ നമുക്ക് സ്റ്റിക്ക് അഭ്യസിക്കാൻ പറ്റും. ഒരു ചെറിയ വടി കൊണ്ട് വെച്ചിട്ട് തന്നെ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിൽ ആ സ്റ്റിക്കിൻ്റെ അതേ ലെവലിൽ നമുക്ക് ഏത് പോസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റിക്ക് അധികം ആർക്കും അറിയത്തില്ല, പക്ഷേ നമ്മൾ കണ്ടുവരുന്നുണ്ട് യൂട്യൂബ് ചാനലിലൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അതാണ് എനിക്ക് തോന്നുന്നില്ല, ഈ സ്ട്രെച്ചിങ് ആണ് പ്രധാനം എന്ന് തോന്നുന്നു അല്ലെ? ഇതിനകത്ത് സ്ട്രെച്ചിങ് ആണ് പ്രധാനം. നമ്മള് ജിമ്മിലൊക്കെ പോകുമ്പോൾ നോർമലി സ്ട്രെച്ചിങ് ഈ സ്റ്റിക്ക് വെച്ച് ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് 1-2 തവണ ഒന്ന് വാമപ്പ് ചെയ്യുന്നതിന് പകരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാറാണ് പതിവ്. പക്ഷെ സ്റ്റിക്ക് യോഗയിൽ ഫുൾ ടൈം നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. ആസനാസ് ആണോ ചെയ്യുന്നത്? ഇത് ആസനാസം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ബ്രീത്ത് നമ്മളെ കൺട്രോളിലായിരിക്കും. അപ്പം ബ്രീത്ത് എടുക്കുന്നത്, അതായത് നമ്മൾ സ്റ്റിക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് നമ്മൾ ബ്രീത്തും എടുക്കുന്നത്. ഇപ്പൊ പതുക്കെ സ്റ്റിക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതേ ലെവലിൽ തന്നെ സ്ലോയിലായിരിക്കും നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത്. അതേ ടൈം ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും ഔട്ട് ആക്കുന്നതും ഔട്ട് ചെയ്യുന്നതൊക്കെ ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും. സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ട്രെച്ചിങ് കൊടുക്കുന്ന ടൈമിന് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റിക്കി യോഗ എന്ന് പറയുന്നത് നമ്മളെ സാധാ ഇലേന് സൂര്യ നമസ്കാരം അതേപടി നമ്മൾ ചെയ്യുന്നുണ്ട്. സൂര്യ നമസ്കാരം പോലെ തന്നെ സ്റ്റിക്ക് യോഗ നമ്മൾ സൂര്യ നമസ്കാരം വെച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റിക്ക് വെച്ച് ചെയ്യുന്നതിന് എന്താ പറയുക, നമ്മൾ നമസ്കാരാസനം, പാദഹസ്താസനം, അതൊക്കെ നമ്മൾ ഈ സ്റ്റിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പറയുന്നേക്കാളും നല്ലത് നമ്മളിത് ചെയ്ത്. അതെ, അതിന്റെ ഒരു അഖിലേക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. ഇത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് കാണിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനാണ് താല്പര്യം, അല്ലെങ്കിൽ അതാണ് കുറച്ചുകൂടി ഗുണമാവുക എന്ന് അഖില പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന സന്ധിവേദന പോലെയുള്ള, നടുവേദന പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഈ ഫോൺ ഉപയോഗമൊക്കെ കൂടിയതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അങ്ങനെയുള്ള അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ മാർഗമാണ് സ്റ്റിക്ക് യോഗ എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ലേഡീസുകളെല്ലാം എന്താ പറയുക, പുറമേ ചെന്നിട്ട് ജോലി ചെയ്യും, വീട്ടിലെ ജോലി ചെയ്യും, അങ്ങനെ വെറുതെ ഇരിക്കാറില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സീരിയല്, സിനിമ, ടിവിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. ഇപ്പൊ കുട്ടികൾ സഹിതം മൊബൈലില് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് എഴുന്നേറ്റ് പോവാൻ തന്നെ അവർ മടിക്കുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്കാണ് മെയിൻ. കാരണം ഇപ്പോഴേ അവര് ഇത് സ്റ്റിക്ക് യോഗ അഭ്യസിച്ച് വന്നു കഴിഞ്ഞാല് നാളെ ഒരു കാലത്ത് അവർക്ക് ഷോൾഡർ പെയിന്, നടുവേദന, ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്ത് അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് അവർക്ക് തന്നെ അത് തീരുമാനിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് എന്ത് സ്ട്രെച്ചിങ് കൊടുത്താലാണ് നമ്മുടെ ഷോൾഡർ പെയിൻ മാറുന്നത്. ഇപ്പോൾ ജിമ്മിൽ തന്നെ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ, വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഡംബിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് ലാസ്റ്റ് നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കാറുണ്ട്. അത് മാക്സിമം നമ്മൾ കൈവച്ചിട്ടാവും, അല്ലാണ്ട് നമ്മൾ എന്താ പറയുക സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യാന്നുണ്ട്. അത് പക്ഷേ അധികം ചെയ്യുന്നില്ല, 1-2 പോസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ സ്റ്റിക്ക് വർക്കൗട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു 7-8 നമ്മൾ സ്ട്രെച്ചിങ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ 1-2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് പെയിൻ മാറ്റും എന്നല്ല, നമ്മൾ കൂടുതൽ അത് അറിഞ്ഞിരിക്കുക. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ സ്ട്രെച്ചിങ് മാത്രമല്ല, സ്റ്റിക്ക് വെച്ചിട്ട് ഡാൻസ് ഉണ്ട്, അതായത് സ്റ്റിക്ക് വിത്ത് ഡാൻസ്. അത് നമ്മൾ ഈ വർക്കൗട്ട് തന്നെ നമ്മൾ മ്യൂസിക് ഇട്ട് ചെയ്യുന്നത്. അതൊക്കെ എന്താ പറയുക, വളരെ മെൻ്റലി
ഒന്ന് ശരി, ഞാൻ അഖില പറഞ്ഞതെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് അതാണോ എന്ന് ശരിയാണോ എന്ന് പറയണം. അതായത് നമ്മൾ സ്റ്റിക്ക് യോഗ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ എന്ത് അസുഖം വന്നാലും, അത് ചെറിയ അസുഖങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേദനയോ സന്ധിവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ആശുപത്രി പോകേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അതിന്റെ മാർഗം. ഏത് സ്ട്രെച്ച് ചെയ്താൽ ഈ വേദന മാറും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ശരിക്കും ഒരു മാജിക് സ്റ്റിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മള് മെന്റലി നമ്മള് സ്ട്രെസ് അനുഭവിക്കുന്നതാ. ഇപ്പോ ജോലിയുടെ ആയാലും കുട്ടികളെ നോക്കണം, എന്താ പറയാ, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, എല്ലാം ആയിപ്പിട്ടും ലേഡീസ് നമ്മുടെ കാര്യം നോക്കണം. അതെ, ലേഡീസ് ഇപ്പൊ ഫുള്ള് വീട്ടിൽ തന്നെയാണ്. അവര് ലേഡീസ് ഇപ്പോ ജോലിക്ക് പോകുന്നവരുണ്ട്. അവരെപ്പോഴും ഞാൻ പറയുന്നത് ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. അവരെ ആരോഗ്യം കൂടെ നോക്കണം, ഹെൽത്ത് നോക്കണം. ഇവര് ഇത് യോഗ മാത്രമല്ല, സ്റ്റിക്ക് യോഗ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് മസിൽ പെയിൻ കാണും, നടുവേദന കാണും. ഒരേ ഇരിപ്പിന് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അത് ഏത് രീതിയിലുള്ള സ്ട്രെച്ചിങ് ചെയ്താൽ മാത്രമേ അവർക്ക് റിലാക്സ് കിട്ടുന്നു എന്ന് അവർ അറിഞ്ഞിരിക്കണം. അത് സ്റ്റിക്ക് വെച്ചിട്ട് ആവുമ്പോഴത്തേക്കും വെരി ഈസിയാണ്, വേറൊരാളുടെ സഹായം വേണ്ട. ആ ഒരു സ്റ്റിക്കിന്റെ ബലത്താൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, അത് തന്നെയാണ്. നമ്മളൊരു യോഗ നോർമലി യോഗ ചെയ്യുന്നെങ്കിൽ ഒന്ന് എഴുന്നേക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ആസനാസ് ചെയ്യുമ്പോഴോ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്ക് ഉള്ളപ്പോൾ നമുക്കൊരു ബലമാണ് അല്ലേ? അതെ അതെ, നമ്മൾ കണ്ടിട്ടില്ലേ വയസ്സായ സ്ത്രീകള് ഒരു സ്റ്റിക്കിന്റെ ബലത്തോടെയാ, ഒരാൾ പിടിക്കേണ്ടി വരുന്നില്ല. ആ ഒരു സ്റ്റിക്ക് ഉള്ള അവർക്ക് ഒരാളിന്റെ ബലം തന്നെയാണ് ആ സ്റ്റിക്കും. നമുക്കിപ്പോ ഇതുപോലെ തന്നെയാണ്, നമുക്ക് ഏത് വർക്കൗട്ട് ചെയ്യണമെങ്കിലും ആ സ്റ്റിക്കിന്റെ ബലത്തോടെ നമുക്ക് ഇപ്പോ ഒരു സ്ഥലത്ത് തന്നെ, അതായത് നമ്മളൊരു കാല് പൊക്കി വെക്കണം, ഒരു സ്റ്റിക്ക് നമ്മുടെ സൈഡിലുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് ധൈര്യമായിട്ട് വെക്കാം. അല്ലാതെ ഒരാളിന്റെ പുറത്തോ ഒരു തൂണിന്റെ പുറത്ത് വെക്കാം, ഓക്കെ ആണ്. പക്ഷേ സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്ക് എവിടെ എങ്ങോട്ടും അത് ചേഞ്ച് ചെയ്ത് നമ്മളെ ആരോഗ്യം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമുക്ക് പെയിൻ എവിടെയാണോ പെയിൻ വരുന്നത് അത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സ്ട്രെച്ചിങ് കൊടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓവർ വെയിറ്റിംഗ്, ഈ വെയിറ്റ് കുറയ്ക്കാൻ ഈസിയാണ്. കാരണം സ്റ്റിക്കിന്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യോഗ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫാസ്റ്റ്, അതായത് നമ്മൾ സ്പീഡിനുള്ള സ്റ്റിക്ക് വർക്കൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ കിടന്ന് ഇത് ഇപ്പൊ ഒരു മാറ്റ് വിരിച്ചിട്ട് അതേപടി തന്നെ നമുക്ക് സ്റ്റിക്ക് വർക്കൗട്ട്, അത് മാക്സിമം നമ്മളെ ശരീരം എത്രത്തോളം ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊരു കൈ പിടിച്ച് നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം പോവാറില്ല. പക്ഷെ അത് സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് മാക്സിമം അത് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. നമുക്ക് അത്രത്തോളം അത് പെയിൻ എടുക്കും. നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ പെയിൻ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് റിലാക്സ് ചെയ്യും, വിട്ടുകൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, സ്റ്റിക്ക് വെച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് എവിടെയാണോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ അവിടെ നിർത്തും. അതെ അതെ, അവിടെ നിർത്തും. അത് അതേ ലെവൽ ആ സ്റ്റിക്ക് എങ്ങനെയാണോ സ്ട്രെയിറ്റ് നിൽക്കുന്നത് അതേ ലെവലില് നമ്മൾ പോസ്റ്റർ തെറ്റാറില്ല. നമ്മൾ അതേ ലെവലിൽ തന്നെ ആ സ്റ്റിക്കിനോടൊപ്പം തന്നെ നമ്മൾ കൈയും മൂവ് ചെയ്യും. കറക്റ്റ് പൊസിഷനിൽ അവിടെ സ്ട്രെച്ചിങ് കിട്ടുകയാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ പിടിച്ച് സഹായിച്ച് സ്ട്രെച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പാളിച്ച പറ്റാം. പക്ഷെ സ്റ്റിക്ക് എന്ന് പറയുന്നത് ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടുന്നതാണ്. ഈ പോസ്റ്ററിങ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലും ചെയ്യാം. ഇത് ആയുഷ്കാല, കാരണം ഇപ്പൊ കുഞ്ഞു കുട്ടികളായാലും വലിയവരായാലും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് മതി. ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിലും നമ്മൾ നട്ടൽ വേദന, സയാറ്റിക് പ്രോബ്ലം, ഇതെല്ലാം നമുക്ക് ഏതൊക്കെ പ്രോബ്ലം ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ട്, അത് ഒരു ദിവസത്തെ ക്ലാസ്സിന് വന്നാൽ മാത്രമേ, അതായത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ എത്രത്തോളം പറയുന്നു അത് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നല്ല, ഇതിപ്പോ നമ്മൾ പറയുന്ന അനുസരിച്ച് ഇപ്പൊ എനിക്ക് പറയാൻ ഒരു പരിധിയുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ സ്റ്റിക്ക്, ഞാനിപ്പോൾ വർക്കൗട്ട് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റിക്ക് യോഗ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് അത് ഇങ്ങനെയാണ് ഇതുപോലെ ചെയ്യുന്ന പറയണല്ല, അത് കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തെറ്റാണെങ്കിൽ നമ്മൾ അവളെ കൺട്രോൾ ചെയ്യും, അത് തിരുത്തി കൊടുക്കും. അത് സ്റ്റിക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുക, ഈ സ്റ്റിക്ക് നമ്മൾ എന്തെങ്കിലും പ്രത്യേകതകളുള്ള സ്റ്റിക്കാണോ? അല്ലല്ല, വെറും മുള വെച്ചിട്ടുള്ള മുളവടിയാണ്. അത് എന്ന് വെച്ചാൽ നമ്മളെക്കാളും കുറച്ചും കൂടെ നീളം, അതായത് ഈ ഒരു കൈ ലെങ്ത് നമ്മൾ രണ്ട് കൈയും സ്റ്റിക്ക് കുത്തുമ്പോൾ നമ്മളെക്കാട്ടി കുറച്ചുകൂടി ഉയരം വേണം. ഉയരം വേണം, അതാണ് അതിന്റെ ഒരു അളവ്. അതെ,
ഇപ്പോൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക കാലിന് സ്ട്രെച്ചിങ് കൊടുക്കുക. അത് സ്റ്റാൻഡിങ് പൊസിഷനിലായിരിക്കണം. അത് നമ്മൾ കാല് വെച്ച് സ്റ്റിക്ക് കൊടുക്കുമ്പോൾ അത് ബാലൻസ് ആണ്. ആ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ കാല് പൊക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകും. ഓക്കെ, ഇത് ഞാൻ എത്രത്തോളം പറയുന്നത് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സ്റ്റിക്ക് നമ്മളെ കയ്യിൽ എടുക്കുമ്പോൾ ഇത് വേറൊരാളോട് പറയുമ്പം ഇതെന്താണ് സ്റ്റിക്ക്, ഇതെങ്ങനെയാണ്, അത് ഈസി അല്ലേ. പക്ഷേ സ്റ്റിക്ക് വർക്കൗട്ട്, സ്റ്റിക്ക് യോഗ എന്ന് പറയുന്നത് ഈസി അല്ല. ഈ സ്റ്റിക്ക് നമ്മളെ കയ്യിൽ നമ്മൾ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മളെ ബ്രീത്ത്. അവിടെ സ്റ്റിക്കും സ്ട്രെച്ചിങ് മാത്രമല്ല വരുന്നത്, ബ്രീത്ത് എക്സസൈസാണ് വരുന്നത്. നമ്മളെ ബ്രീത്ത് നമ്മളെ കൺട്രോളിലായിരിക്കും. ആ ബ്രീത്ത് നമ്മൾ എങ്ങനെ എടുക്കണം, നമ്മൾ എത്രമാത്രം ഹോൾഡ് ചെയ്യണം. ഇത് ഇപ്പം നമ്മൾ യോഗയിലുണ്ട്, അത് ബ്രീത്ത് എടുക്കുക, അതായത് നോർമൽ ബ്രീത്ത് ഇൻ ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു സ്റ്റിക്ക് സാവകാശം പൊക്കുന്നതിനോടൊപ്പം തന്നെ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് അതേ ലെവലിൽ ബ്രീത്ത് കൊണ്ടുപോവുക. അപ്പോൾ അതിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഈ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സ്റ്റിക്ക് മാത്രമാണോ യൂസ് ചെയ്യുന്നത് സ്റ്റിക്ക് യോഗയിൽ? അല്ല, നമ്മൾ റെസിസ്റ്റന്റ് ബാൻഡ്, പിന്നെ ഒരു ഷോളും മതി. ഷോൾ ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി വർക്കൗട്ടാണ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വർക്കൗട്ടുണ്ട്. അത് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കും എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. എല്ലാവരും പ്രധാനമായിട്ടും വർക്കൗട്ട് ചെയ്യാൻ മടിക്കുന്നത് എൻ്റെ കയ്യിൽ പൈസയില്ല. ഒന്നും വേണ്ട, ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഷോളോ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റിക്കോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഒരു 2.5 ഒരു 5 kg എടുത്ത് ഡംബിൾസ് മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആഹാര ക്രമീകരണം നടത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രായത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ചെറിയ കുട്ടികൾക്ക് സ്റ്റിക്ക് യോഗ ചെയ്യാന്ന് പറഞ്ഞു. ഈ കുറച്ചുകൂടി പ്രായം ആയവരിലേക്ക് എത്തും, കുറച്ചുകൂടി വയസ്സായവരിലേക്ക് എത്തുമ്പോൾ അവരെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒരു സൈഡ് സ്ട്രെച്ചിങ് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റിക്ക് നമ്മൾ കൊടുക്കണ്ട. ആ സ്റ്റിക്ക് അവർ ഷോൾഡർ ലെവലിൽ വെച്ചതിന് ശേഷം അവർ തന്നെ ബാലൻസ് ചെയ്ത് അവർ ആ സ്റ്റിക്കിൻ്റെ സഹായത്തോടെ അവർ എന്താ പറയുക സ്ട്രെച്ചിങ് കൊടുക്കുക. അതിൽ നമ്മൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ഇത് മാക്സിമം സ്ട്രെച്ചിങ് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് വെരിക്കോസ് വെയിൻ, ബ്ലഡ് സർക്കുലേഷൻ, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് അതിൽ നിന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രായം കഴിയുമ്പോൾ വെരിക്കോസ് വെയിൻ ഭയങ്കര ശല്യമാണ്. കാരണം ഒത്തിരി നേരം നിന്നുകൊണ്ട് അവർ ജോലി ചെയ്യുന്നതാണ്. എല്ലാവരും പറയും വീട്ടിൽ എന്താ ജോലി, എന്താ പറയാ നിനക്ക് എന്താ പണി എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഏറ്റവും കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ലേഡീസ് ആണ്. കാരണം അത്രത്തോളം എന്നുവെച്ചാൽ ചിലവര് അത്രയും നേരം നിന്നിട്ട് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഇരിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സ്ട്രെച്ചിങ് ഭയങ്കര എന്താ പറയാ റിലീഫായിരിക്കും. എനിക്ക് തോന്നിയത് ഇതിനെക്കുറിച്ച് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മളൊരു ഒരു വടി നമ്മുടെ പുറകിൽ വെച്ച് നിന്നാൽ തന്നെ നമ്മുടെ പോസ്റ്റർ അത്രയും കറക്റ്റ് ആവും എന്നുള്ളതാണ് അല്ലേ? കറക്റ്റാണ്. അങ്ങനെ ചെയ്യിക്കാറുണ്ടോ പ്രായമായ അമ്മമാരൊക്കെ? ദുബായിൽ ഞാൻ വർക്കൗട്ട് എടുത്തു ഒത്തിരി പേര്, അതായത് കൂനി വന്നിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ആ ലേഡി ഇത് പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും നേരെ ആവാൻ പോകുന്നില്ല എന്ന്. പക്ഷെ ആ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിന്റെ വർക്കൗട്ട് കൊടുത്ത് അതിന്റെ യോഗ സ്ട്രെച്ചിങ് എല്ലാം കൊടുത്ത് വന്നപ്പോഴത്തേക്കും ആ ലേഡിക്ക് 1-2 ആഴ്ച മതിയായിരുന്നു. ആ ലേഡി നിവർന്നു നിന്നു. ഇത് തെളിവ് എന്ന് വെച്ചാൽ നമ്മൾക്ക് റിസൾട്ട് നമ്മൾ കാണുന്ന അല്ലേ, നമ്മൾ നേരെ കാണുന്ന അനുഭവങ്ങളാണ് ഇത് പറയുന്നത്. വെരിക്കോസ് വെയിനില് അവർക്ക് ബ്ലഡ് ഇങ്ങനെ നന്നായിട്ട് എന്താ പറയാ നല്ല പ്രഷറിൽ നിന്ന് ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. അതെന്ന് പറയുന്നത് അതുവരെ നമ്മള് കാലിന് സ്ട്രെച്ചിങ് കൊടുത്ത് അതെ അതെന്ന് പറഞ്ഞാൽ ഈ ചുരുണ്ട് അതായത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല അവിടെ. അപ്പൊ നമ്മൾ മാക്സിമം സ്ട്രെച്ചിങ് കൊടുക്കുമ്പോഴത്തേക്കും അതൊന്നും വലിയുന്നുണ്ട്. വലിഞ്ഞ് കറക്റ്റ് പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ഫ്ലോയിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈസി, അതായത് നമ്മൾ എന്താണോ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് അല്ല, നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ഒരു സ്റ്റിക്ക് വെച്ചിട്ടെന്നല്ല, നമുക്കൊരു ഷോളോ എന്ത് വസ്തു ഉപയോഗിച്ചാലും, ഇപ്പൊ ഒരു കല്ല് ഒരു കുപ്പിയിൽ വെള്ളം തന്നെ വെച്ചിട്ട് നമുക്ക് ബൈസെപ്സ് ചെയ്യാൻ പറ്റും. ഓരോ വർക്കൗട്ട് അതിന് ഇന്ന സാധനം എന്നല്ല. ഇപ്പൊ പണ്ടത്തെ ആൾക്കാര് ഒരു നമ്മാട്ടിയില്ലേ, അതെ മൺവെട്ടി ഉപയോഗിച്ചിട്ട് അവർ കറക്റ്റ് ഡെയിലി അവര് വർക്കൗട്ട് അല്ല അവര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ശരീരം നോക്കുക നല്ല ഇരുമ്പ് പോലെ ഉറച്ച ശരീരമായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ജിമ്മിൽ പോയാൽ മാത്രമേ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ, അങ്ങനെയല്ല. ജിമ്മ് മെയിനാണ്. ഇപ്പോഴത്തെ കാലത്ത് ലേഡീസ് കഴിക്കുന്ന ഫുഡ്
അറിയാലോ, കഴിക്കുന്ന ഫുഡ് കറക്റ്റ് പ്രോട്ടീൻ എടുക്കുന്നില്ല, കറക്റ്റ് മിനറൽസോ അയണോ. ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറ്റമിൻ D3, അതിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എന്താണോ ആദ്യം കറക്റ്റ് ഒരു ചെക്കപ്പ് നടത്തുക, നമുക്ക് എന്താണോ കുറവ്, നമുക്ക് അത് എങ്ങനെ നികത്താം. ഇപ്പോൾ കറക്റ്റ് ഇപ്പം വീട്ടിൽ ഇരുന്ന് ആരും ചെയ്യാൻ മടിക്കും, വർക്കൗട്ട് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവർ ചെയ്യാൻ മടിക്കും. പക്ഷെ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ട്രെയിനേഴ്സിൻ്റെ അത് അറിവോടെ അവരെ സപ്പോർട്ട് കൂടി നമുക്ക് എല്ലാ വർക്കൗട്ടും ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് പേര് വരുമ്പോൾ നമുക്കൊരു ഒരു മടുപ്പ് തോന്നില്ല, ഒരുമിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ കൂടി ഉണ്ടല്ലേ? അതെ അതെ, ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി കൂട്ടായ്മയാണ്, വേറൊന്നുമല്ല. ഇപ്പം ലേഡീസ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ലേഡീസ് മാത്രമല്ല, നമ്മൾ സ്ത്രീകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ പുരുഷന്മാരും ഒരുപാട് പേര് വരുന്നുണ്ട് യോഗയ്ക്ക്. യോഗ മെയിനായിട്ട് ഇപ്പൊ സ്ട്രെച്ചിങ് ആവശ്യപ്പെട്ട് വരുന്നത് പുരുഷന്മാരാണ്. കാരണം അവർ വർക്കൗട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം അവർക്ക് നാളെ തിരിച്ചും വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാമപ്പ്, ലാസ്റ്റ് സ്ട്രെച്ചിങ്. ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് അവർക്ക് ആ സ്ട്രെച്ചിങ് കൊടുത്താൽ മാത്രമേ അവർ പിറ്റേ ദിവസം വരൂ, ഇല്ലെങ്കിൽ ബോഡി ഫുൾ പെയിൻ ആയിരിക്കും, ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം സ്ട്രെച്ചിങ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലേഡീസ് എന്നല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങള് ബാക്കി എല്ലാ കാര്യത്തിനും പൈസ ഇറക്കാൻ ഓക്കെയാണ്. ആരോഗ്യത്തിന്റെ ഇപ്പൊ കടയിൽ ഇപ്പൊ ഷോപ്പിംഗ് പോവാനായാലും ഇപ്പൊ ഒരു ടൂർ പോവാനായാലും 10,000-50,000 രൂപ അവർക്ക് ഈസി ആയിട്ട് അവർ ചെലവാക്കും. പക്ഷെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താണ് അത് ചെയ്യാൻ വേണ്ടി പ്രോബ്ലം വരുമ്പോൾ മാത്രമേ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഇതിന്റെ അപ്പുറമായിട്ട് അവർ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽ പോവാണ്ടിരിക്കാൻ എന്താണ് വേണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. നമ്മൾ തീരുന്നതിന് മുമ്പ്, അവസാനിക്കുന്നതിന് മുമ്പ് അഖിലയെ കുറിച്ച് കൂടി ഒന്ന് അറിയണം. അഖില ട്രെയിൻ ചെയ്യിച്ചോണ്ടിരുന്ന ഗൾഫിലായിരുന്നു. എവിടെയായിരുന്നു? ഷാർജയിലായിരുന്നു. അപ്പൊ എത്ര കാലമായിട്ട് ഇങ്ങനെ ട്രെയിനിങ് രംഗത്ത്? ഞാൻ 2 വർഷമായി. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. യോഗയിലേക്ക് വന്നതിന്റെ കാര്യം കൂടി പറയാമോ? അത് മെയിനായിട്ടും എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ വന്നത്. കാരണം നമ്മൾ എന്താ പറയാ, ഈ ഹെൽത്ത് ഇഷ്യൂസ് ഓരോന്ന് വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു അസുഖത്തിലേക്ക് മാറും, അറിയാലോ. അപ്പൊ നമ്മൾ അത് ഹോസ്പിറ്റലിൽ പോവാണ്ട് എങ്ങനെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും യോഗയെ പറ്റി അറിയുന്നത്. അപ്പൊ യോഗ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ആ അസുഖത്തിന് ഒരു ശമനം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഞാൻ എന്താ ചിന്തിച്ചേ, അത് പഠിച്ചാലോ അത് പിന്നെ അതിനെക്കുറിച്ച് അഡ്വാൻസ് എടുത്ത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റിക്ക് യോഗ എന്താണ് എന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും ജിമ്മിൽ ഞാൻ പോയി കഴിഞ്ഞാൽ, ഏത് ജിമ്മിൽ ഞാൻ ട്രെയിൻ ചെയ്യാൻ പോയാലും അവിടെ ഞാൻ സ്റ്റിക്ക് യോഗ കൊണ്ടുപോകും. അവിടെ പക്ഷേ ഈ സ്റ്റിക്ക് യോഗ ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു, ഞാൻ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യമൊന്നും അവർക്ക് അത്ര താല്പര്യം കാണത്തില്ല. പക്ഷെ പിറ്റേന്ന് വന്നിട്ട് അവർ പറയും ഭയങ്കര ചേഞ്ച് ഉണ്ട്, ആശ്വാസം ഉണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ നമുക്ക് സാലറിയെ കാട്ടിയും അവരെ റിസൾട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വേദനകൾക്ക് പരിഹാരം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് കിട്ടുന്നോണ്ടാണ് അതിന്റെ ഒരു പെട്ടെന്ന് അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നോണ്ടാണ്. നമ്മളിപ്പോ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം പോയിട്ട് ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുക. നിങ്ങൾ ആ ഒരു ടൈം വന്നിട്ട് ഈ സ്റ്റിക്കിന്റെ വർക്കൗട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. എന്താ ഇത് സ്റ്റിക്ക് വർക്കൗട്ട് എന്താണ്, സ്ട്രെച്ചിങ് എന്താണ്, അത് എങ്ങനെ ചെയ്യാം, അത് എന്താ പറയാ, ആ യോഗ ഏതൊക്കെ ലെവല് നമ്മൾ എത്രത്തോളം കൂടുതൽ അറിയണമെങ്കിൽ അഖിലയെ കോൺടാക്ട് ചെയ്താൽ മതി. അഖില എവിടെ വന്നാലാണ് കാണാൻ പറ്റുക? ഏത് ജിമ്മിലാണ് ഇപ്പം ട്രെയിൻ ചെയ്യുന്നത്? ഞാനിപ്പോ റീബോൺ പൂജപ്പുര ഓപ്പോസിറ്റ് അവിടെയും നമ്മുടെ ഈ സ്റ്റിക്ക് യോഗ ഉണ്ട്, മെയിൻ ആണ്. അവിടെ ജിം ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കസ്റ്റമർ, അതായത് ക്ലയൻസിന്റെ ഹെൽത്ത് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പോ അതിന്റെ ഓണർ പ്രവീണാണ്. ഓക്കെ, എല്ലാ സപ്പോർട്ടും. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പൊ അഖില എന്തെങ്കിലുമൊക്കെ സംശയമുള്ള ഒരു പൂജപ്പുര പോയാൽ അഖില പറഞ്ഞു തരും. സ്റ്റിക്ക് യോഗയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാം, അവിടെ ചേരാം. അപ്പൊ എന്തായാലും അഖില വളരെയധികം നന്ദി ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.